അനീഷ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പുറത്തുവിട്ട ചില ശബ്ദ സന്ദേശങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും കേട്ടതാണ്. പോലീസ് അനീഷയുടെ ഡയറി കണ്ടെടുത്തിട്ടുണ്ട്, അതിന്മേൽ അന്വേഷണം നടത്തും. ശരിയാണ്. അനീഷ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നന്ദിയില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പരമാവധി എന്റെ തൊഴിലിനോട് ആത്മാർത്ഥത പുലർത്താൻ ശ്രമിക്കും. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. എന്താണ് ആ ശിക്ഷ? ഒരു കോടതിയിൽ, ഒരു കോർട്ട് കോംപ്ലക്സിൽ 2 കോടതി ഉണ്ടാവും. ആ 2 കോടതിയിൽ 2 അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ട്. അതിൽ ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിരന്തരം ലീവ് എടുക്കാതെ മുങ്ങുന്നു. അതല്ലെങ്കിൽ ലീവ് മാർക്ക് ചെയ്യാതെ ജോലിക്ക് വരുന്നില്ല. അയാൾ ചെയ്യേണ്ട ജോലി കൂടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷ ചെയ്യേണ്ടി വരുന്നു. അതില് സ്വാഭാവികമായും അവർക്ക് അവരുടെ കോടതിയിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിന് മറ്റൊരു കോടതിയിലെ അഡീഷണൽ വർക്ക് കൂടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവരവരുടെ സന്ദേശത്തിൽ പറയുന്നുണ്ട്, നോൺ APP ഡേ, അതായത് APP ലീവ് ആയിരിക്കുന്ന ഒരു ദിവസത്തിൽ എറണാകുളത്ത് നിന്നോ മറ്റോ ഒരു സാക്ഷി കോടതിയിൽ സാക്ഷി പറയാൻ വന്ന സമയത്ത് എനിക്ക് ആ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും എറണാകുളത്ത് നിന്ന് വന്ന ഒരു സാക്ഷിയെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോടതിയിൽ പോയി കേസ് വിസ്തരിച്ചു എന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അപ്പൊ തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്ന വ്യക്തിയാണ് അനീഷ. ഇവരെ രണ്ടുപേരെയും, അനീഷയെയും അനീഷയുടെ ഭർത്താവ് ഇപ്പോ മാവേലിക്കരയിലെ ജില്ലാ ജഡ്ജിയായിട്ടുള്ള അജിത്തിനെയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും അഡ്വക്കേറ്റ് ബോറിസ് പോളിനും, കാരണം അവർ രണ്ടുപേരും ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു, അവരുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അത്രയധികം ആത്മാർത്ഥത കാണിച്ചു പോയി എന്നുള്ളതാണ് സത്യത്തിൽ അനീഷ ചെയ്ത തെറ്റ്. അവിടെ ഇത്തരത്തിൽ ലീവ് എടുക്കാതെ ജോലിക്ക് വരാതെ മുങ്ങി നടക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ച് പറഞ്ഞ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു ജില്ലയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേലധികാരി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ്, DDP-യോട് പറഞ്ഞതിന്റെ പേരിലും അതില് ഈ ഇപ്പോ കുറ്റാരോപിതനായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തെന്ന് പറയുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് അനീഷയെ നിശബ്ദയാക്കാൻ ശ്രമിച്ചുവെന്നും അനീഷയോട് ഇത്തരത്തിലുള്ള പരാതികളിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുവെന്നും ഇതിനിടയിൽ പറഞ്ഞ മറ്റൊരു സംഭവം കൂടിയുണ്ട്. കൊല്ലത്തെ ഒരു അഭിഭാഷകൻ ചില ചോദ്യങ്ങൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട്, വിവരാവകാശ നിയമം അനുസരിച്ച് ചില ചോദ്യങ്ങൾ ഈ കൃത്യമായി ജോലിക്ക് വരാത്ത പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ച്, APP-യെ കുറിച്ച് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് അത് അനീഷ പറഞ്ഞ് അത്തരത്തിൽ വിവരാവകാശം അനുസരിച്ച് അപേക്ഷ അയപ്പിച്ചതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്യമായി ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, ഇപ്പോ സെൻകുമാർ സാർ പറഞ്ഞു അതൊന്നും ഒരു വലിയ കാര്യമല്ല, ശരിയായിരിക്കാം. പോലീസ് സേനയിലൊക്കെ കീഴുദ്യോഗസ്ഥന്മാരെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് കുറ്റപ്പെടുത്തുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഹാരാസ്മെന്റ് നടത്തുകയൊക്കെ ചെയ്യുന്നത് പോലീസ് സേനയിലൊക്കെ ധാരാളമുണ്ട്. ഒരുപക്ഷെ സെൻകുമാർ സാറിനെ പോലെ അത്രയും നല്ല കടുത്ത മാനസിക നിലയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഏത് അവസ്ഥയെയും ഡിഫെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനോട് പോരാടാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത്, ഒരു പെൺകുട്ടി അവരനുഭവിച്ച കടുത്ത മാനസിക പീഡനത്തിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരവസാനം ഈ ലോകത്തോട് വിട പറയാൻ തീരുമാനിച്ചത്. അവര് ഇപ്പോ സുരേഷ് ബാബു സാർ പറയുകയുണ്ടായി, അവരുടെ ഭർത്താവ് മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം അവർക്ക് ലഭിക്കും. അവരുടെ ഭർത്താവ് ജില്ലാ ജഡ്ജിയാണ്, അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വെള്ളക്കടലാസിൽ രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് ഇറങ്ങി പോരാമായിരുന്നില്ല എന്ന് ചോദിച്ചു. അവരുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്, എത്രയോ രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചിട്ട് നേടിയെടുത്തൊരു തൊഴിലാണ് സാർ. അത്ര ഈസി അല്ല ഇന്നത്തെ കാലത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. വലിയ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിൽ വളരെ കഷ്ടപ്പെട്ട് രാത്രികൾ പകലുകളാക്കി പഠിച്ചു നേടിയെടുത്തൊരു തൊഴില് ഏതാനും ചില ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാതിരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വലിച്ചെറിഞ്ഞിട്ട് പോരാൻ പറ്റുന്നതല്ല. തന്റെ ഭർത്താവ് ജില്ലാ ജഡ്ജി ആയത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അനീഷ പല കാര്യങ്ങളും പരസ്യമായി പറയുന്നത് അനീഷയെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവുക. കാരണം അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ തൊഴിലെടുത്ത് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം.